Very good morning and good afternoon to all. Today we will discuss about bond duration. Bond duration is a way of measuring how much bond prices are likely to change if and when interest rates move. In more technical terms, bond duration is a measurement of interest rate risk. എന്താണ് ബോണ്ട് ഡ്യൂറേഷൻ? ബോണ്ട് ഡ്യൂറേഷൻ is a way of measuring how much bond prices are likely to change if and when interest rates move. ഓക്കെ, അപ്പം ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ചെയ്യാനുള്ള ഒരു വഴിയാണ്. എന്താ മെഷർ ചെയ്യുന്നത്? ഹൗ മച്ച് ബോണ്ട് പ്രൈസസ് ആർ ലൈക്ലി ടു ചേഞ്ച്. ബോണ്ട് പ്രൈസിൽ എപ്പോഴൊക്കെ എന്തുണ്ടാവും? വ്യത്യാസമുണ്ടാകും. ഏത് സമയത്ത്? ഇൻട്രസ്റ്റ് റേറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ബോണ്ട് പ്രൈസിലുണ്ടാകുന്ന വ്യതിയാനം അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് മെഷർ ചെയ്യാനുള്ള ഒരു വഴിയാണ് എന്ത്? ബോണ്ട് ഡ്യൂറേഷൻ. ഇൻ മോർ ടെക്നിക്കൽ ടേംസ്, വളരെ കുറച്ചും കൂടി നമ്മൾ എന്താണ് സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്ന എന്തിൻ്റെ മെഷർമെൻറ്റാണ്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിൻ്റെ മെഷർമെൻറ്റാണ്. സോ അണ്ടർസ്റ്റാൻഡിങ് ബോണ്ട് ഡ്യൂറേഷൻ ക്യാൻ ഹെൽപ്പ് ഇൻവെസ്റ്റർ ഡിറ്റർമിൻ ഹൗ ബോണ്ട് ഫിറ്റ് ഇൻ ടു എ ബ്രോഡർ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ. അപ്പോൾ ബോണ്ട് ഡ്യൂറേഷനെ പറ്റിയിട്ടുള്ള അറിവ് ഒരു ഇൻവെസ്റ്റർക്ക് എന്തിനെ സഹായിക്കും? അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ ബോണ്ടിനെ എവിടെ ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ട് ഉൾക്കൊള്ളിക്കണം എന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറിയുവാൻ വേണ്ടി സഹായിക്കുന്നു. ഡ്യൂറേഷൻ ഈസ് മെഷേർഡ് ഇൻ ഇയേഴ്സ്. എന്താണ്? വർഷങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ജനറലി ദ ഹയർ ദ ഡ്യൂറേഷൻ ഓഫ് എ ബോണ്ട് or bond fund, the more its price will drop as interest rate rise. എന്താണ്? സാധാരണയായിട്ട് ഹയർ ഡ്യൂറേഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഹയർ ഡ്യൂറേഷൻ ഓഫ് എ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? ദ മോർ ഇറ്റ്സ് പ്രൈസ് വിൽ ഡ്രോപ്പ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പ്രൈസ് എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക, കൂടുതൽ ഡ്യൂറേഷൻ ഉണ്ടാകുന്ന സമയത്ത്. And the time structure of investment in bonds is generally expressed in two ways. Okay, അതായത് എന്താണ്? ദ ടൈം സ്ട്രക്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോണ്ട്സ്. ബോണ്ട്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം സ്ട്രക്ചർ എന്ന സാധാരണയായിട്ട് രണ്ട് വഴികളിലാണ് അത് എന്ത് ചെയ്യാറുള്ളത്. രണ്ട് വഴികളിലാണ് അത് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ദ മോസ്റ്റ് കോമൺ വേ ഈസ് ഹൗ മെനി ഇയേഴ്സ് ആൻ ഇൻവെസ്റ്റർ ഹാസ് ടു വെയിറ്റ്, mature the bond and get back his investment on bond. ഓക്കെ, വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റർ എത്ര കാലം എന്താണ് ആ ബോണ്ട് എന്ത് ചെയ്യാനും മെച്ചർ ചെയ്യാൻ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അയാളുടെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടാനും എത്ര സമയം അയാൾ വെയിറ്റ് ചെയ്യണമെന്ന് എന്ത് ചെയ്യുക? തീരുമാനിക്കുക. അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യുക? ഹൗ മച്ച് ടൈം ഓർ ഹൗ മെനി ഇയേഴ്സ് ആൻ ഇൻവെസ്റ്റർ ഹാസ് ടു വെയിറ്റ്, മെച്ചൂർ ദ ബോണ്ട് ആൻഡ് ഗെറ്റ് ബാക്ക് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ബോണ്ട്. അതാണ് സാധാരണയുള്ള വഴി. അതിനെയാണ് നമ്മളെന്ത് പറയണത്? ദിസ് ഈസ് നോൺ ആസ് ബോണ്ട്സ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി. എന്താണ്? ആ ബോണ്ടിൻ്റെ എന്താണ് മെച്യൂരിറ്റി ചെയ്യാനുള്ള എത്ര വർഷം ഉണ്ട് എന്ന് നമ്മളെന്ത് പറയുക? അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ബോണ്ട്സ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി. ദ അതർ വേ യൂസ്ഡ് ടു എക്സ്പ്രസ് the time structure of the bond is to measure the average time required for recovery of interest payments and the principal. സോ വേറൊരു വഴി എന്ന് പറയുന്നത് എന്താണ്? യൂസ് ടു എക്സ്പ്രസ് ദ ടൈം സ്ട്രക്ചർ ഓഫ് ദ ബോണ്ട് ഈസ് ടു മെഷർ എങ്ങനെ? ദ ആവറേജ് ടൈം റിക്വയർഡ് ഫോർ റിക്കവറി. അതായത് എന്താണ്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനും അതേപോലെ തന്നെ എന്താണ് റിക്കവറിക്കും, അതായത് എന്താണ് റിക്കവറി ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും പ്രിൻസിപ്പൽ എമൗണ്ടിനും എന്ത് ചെയ്യുക? എത്ര ആവറേജ് ടൈം എന്ത് ചെയ്യുന്നു? ആവശ്യമായിട്ടുണ്ട്. അതാണ് നമ്മളെന്ത് പറയുന്നത്? ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ ഈസ് ദ വെയ്റ്റഡ് ആവറേജ് മെഷർ ഓഫ് ബോണ്ട്സ് ലൈഫ്. എന്താണ്? ബോണ്ടിൻ്റെ ലൈഫിൻ്റെ, അതായത് ഇയർ ടു മെച്യൂരിറ്റി പീരീഡിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആണ് എന്ത്? ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേരിയസ് ടൈം പീരീഡ് ഇൻ വിച്ച് ദ ബോണ്ട് ജനറേറ്റ്സ് ക്യാഷ് ഫ്ലോസ് ആർ വെയ്റ്റഡ് അക്കോർഡിംഗ് ടു ദ റിലേറ്റീവ് സൈസ് ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദോസ് ഫ്ലോസ്. ദ വേരിയസ് ടൈം പീരീഡ് ഇൻ വിച്ച് ബോണ്ട് ജനറേറ്റ്സ് ക്യാഷ് ഫ്ലോസ്. എന്താണ്? ഓരോ ടൈം പീരീഡിലും എന്ത് ചെയ്യും? ബോണ്ടിന് എന്ത് ചെയ്യും? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള കാലത്തോളം അത് എന്ത് ചെയ്യും? അത് ഇൻകം ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസിന് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യുന്നു. വെയ്റ്റഡ് അക്കോർഡിംഗ് ടു ദ റിലേറ്റീവ് സൈസ് ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, അതിനനുസരിച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ മോഡൽ ഉപയോഗിച്ചിട്ട് അതിനെന്ത് ചെയ്യുക?
വെയ്റ്റഡ് ആവറേജ് എന്ത് ചെയ്യും കാണും. എങ്ങനെയാണ് നമ്മളെന്ത് കണ്ടുപിടിക്കുന്നത്? ഡ്യൂറേഷൻ ഓഫ് ദി എന്താണ് ബോണ്ട് കണ്ടുപിടിക്കുന്നത്. സോ ഡ്യൂറേഷൻ ഈസ് ലെസ് ദാൻ ടേം ടു മെച്യൂരിറ്റി എക്സ്പെക്ട് ഫോർ എന്നാണ് സീറോ കൂപ്പൺ ബോണ്ട് വേർ ഡ്യൂറേഷൻ ആൻഡ് മെച്യൂരിറ്റി ആർ എന്നാണ് ഈക്വൽ. ഓക്കെ, ഡ്യൂറേഷനും അതേപോലെ തന്നെ എന്താണ് ഈസ് ലെസ് ദാൻ ടേം എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റിനെക്കാട്ടിലും കുറവായിരിക്കും എന്ത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഏതിനൊഴികെ സീറോ കൂപ്പൺ ബോണ്ട് വേർ ഡ്യൂറേഷനും മെച്യൂരിറ്റി ആർ ഈക്വൽ. അതിന് ഡ്യൂറേഷനും മെച്യൂരിറ്റിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെൻ ഹയർ കൂപ്പൺസ് റേറ്റ് ലോവർ ഡ്യൂറേഷൻ. എന്താണ്? കൂപ്പൺ റേറ്റ് കൂടുതലാണെങ്കിൽ എന്ത് കുറവായിരിക്കും? ഡ്യൂറേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ആൻഡ് ലോങ്ങർ ടേംസ് ടു മെച്യൂരിറ്റി യൂഷ്വലി ലീഡ് എന്താണ് ടു ലോങ്ങർ എന്നാണ് ഡ്യൂറേഷൻ. അതായത് മെച്യൂരിറ്റി ചെയ്യാൻ എന്താണ് കുറച്ചും കൂടി സമയമുണ്ട് എങ്കിൽ, ലോങ്ങർ ടേം ഉണ്ട് എങ്കിൽ എന്ത് കൂടുതലായിരിക്കും? ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. ആൻഡ് ഹൈ യിൽഡ് ലീഡ്സ് ടു എന്താണ് ലോവർ ഡ്യൂറേഷൻ. നല്ല ഇൻകം ഉള്ളതാണ് എങ്കിൽ അതിനെന്ത് കുറവായിരിക്കും? ഡ്യൂറേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? കാരണം എന്താ? ഹൈ യിൽഡ് ലീഡ്സ് ടു ലോവർ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യാനാണ്? നമ്മുടെ ബോണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല വരുമാനം ഉണ്ടാകുന്ന സമയത്ത് അത് പെട്ടെന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മുടെ എമൗണ്ട് എന്ത് ചെയ്യും? റിക്കവർ ആവും. ആണ് ഹൈ യിൽഡ്സ് ലീഡ്സ് ടു എന്താണ് ലോവർ ഡ്യൂറേഷൻ. ഒരു എക്സാമ്പിളാണ്, ഹൈപ്പോത്തിക്കൽ ഇല്ലസ്ട്രേഷൻ മാത്രമാണ്. അതായത് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ബോണ്ട് പ്രൈസസ് ഇഫ് റേറ്റ് സ്പൈക്കീസ് എന്നാണ് 1%. 1% എന്ത് ചെയ്യുന്ന സമയത്ത് പ്രൈസിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് ഡ്യൂറേഷനിലുള്ള എന്താണ് സീറോ കൂപ്പൺ ബോണ്ട് എന്നാണ് ഈക്വൽ ആയിരിക്കും. 2 വർഷമാണെങ്കിൽ, 4 years ആണെങ്കിൽ, അതേപോലെ എന്താണ് 6 years ആണെങ്കിൽ. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. കീ മെഷേഴ്സ് ഓഫ് എന്നാണ് ഡ്യൂറേഷൻ. അവിടെ കീ മെഷേഴ്സ് ഓഫ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണുള്ളത്. മക്കളെ ഡ്യൂറേഷൻ, മോഡിഫൈഡ് ഡ്യൂറേഷൻ ആൻഡ് ഇഫക്റ്റീവ് ഡ്യൂറേഷൻ. നോക്കുക, മക്കളെ ഡ്യൂറേഷൻ. മക്കളെ ഡ്യൂറേഷൻ ഈസ് എ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ ടൈംസ് അണ്ടിൽ ദ ക്യാഷ് ഫ്ലോസ് ഓഫ് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻ്റ് ആർ റിസീവ്ഡ്. ഓക്കെ, മക്കളെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ ടൈം. ഇതിൻ്റെ സമയത്തിൻ്റെ വെയ്റ്റഡ് ആവറേജ് ഏതുവരെ? അണ്ടിൽ ദ ക്യാഷ് ഫ്ലോസ് ഓഫ് എ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻ്റ് ആർ റിസീവ്ഡ്. നമ്മുടെ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്യാഷ് ഫ്ലോസ് റിസീവ് ചെയ്യാനെടുക്കുന്ന സമയത്തിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആണെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കനേഡിയൻ എക്കണോമിസ്റ്റ് ഫ്രെഡറിക് മക്കോലെ. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ടൈം റിക്വയർഡ് ഫോർ എൻ ഇൻവെസ്റ്റർ ടു ബി റീപെയ്ഡ് ദ ബോണ്ട്സ് പ്രൈസ് ബൈ ബോണ്ട്സ് ടോട്ടൽ ക്യാഷ് ഫ്ലോസ്. ഇപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ടൈം റിക്വയർഡ് ഫോർ എൻ ഇൻവെസ്റ്റർ ടു ബി റീപെയ്ഡ് ദ ബോണ്ട്സ് പ്രൈസ് ബൈ ദ ബോണ്ട്സ് ടോട്ടൽ ക്യാഷ് ഫ്ലോസ്. അതായത് ബോണ്ടിൻ്റെ പ്രൈസ് ബോണ്ടിൻ്റെ ക്യാഷ് ഫ്ലോസ് ഉപയോഗിച്ചിട്ട് റിക്കവർ ചെയ്യാനെടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണ്ട് ഡ്യൂറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദ മക്കളെ ഡ്യൂറേഷൻ ഈസ് മെഷേർഡ് ഇൻ യൂണിറ്റ് ഓഫ് ടൈം. എക്സാമ്പിൾ എന്താണ്? ഇയേഴ്സ്. അതായത് ടൈം യൂണിറ്റിലാണ് എന്ത് ചെയ്യണത്? ടൈമിൻ്റെ യൂണിറ്റിലാണ് എന്ത് ഡ്യൂറേഷൻ എന്ത് ചെയ്യണത്? മെഷർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. For calculating the duration is given below. C1 by 1 plus R divided by P0 plus C2 എന്ന് C1 C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ സമയത്തെ എന്താണ് ക്യാഷ് ഫ്ലോസ് ആണ്. C1 C2 അപ് ടു CT ഇവരെയുള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു T കൊണ്ട് എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക എന്താണെന്നുള്ളത്. T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷനെ നമുക്ക് സമ്മറൈസ് ചെയ്ത് എഴുതിയാൽ സിഗ്മ എന്താണ്? PV റേസ്ഡ് ഇൻറ്റു CT ബൈ P0 ഇൻറ്റു T. അതായത് D is equal to duration, C is equal to cash flow, R is equal to current yield to maturity, T is equal to എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. PV0 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി എന്താണ്? ക്യാഷ് ഫ്ലോ. P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ദി എന്താണ്? ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ഇതിനടുത്താണ് എന്ത്? മോഡിഫൈഡ് ഡ്യൂറേഷൻ. The modified duration is a formula that expresses the measurable change in the value of a security in response to a change in the interest rate. മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്ത് എക്സ്പ്രസ് ചെയ്യുന്നു? ദ മെഷറബിൾ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് എ സെക്യൂരിറ്റി ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് എത്ര ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെക്യൂരിറ്റി വാല്യൂവിൽ എന്തുണ്ടായിട്ടുള്ളത്? ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് എന്ന് മെഷർ ചെയ്യുന്ന എന്താണൊരു വേ ആണ്, അല്ലെങ്കിൽ ഒരു മെഷർ ചെയ്യുന്നൊരു മെഷറാണ് എന്താ? മോഡിഫൈഡ് ഡ്യൂറേഷൻ. മോഡിഫൈഡ് ഡ്യൂറേഷൻ ഫ്ലോസ്
follows the concept that interest rates and bond prices move in opposite direction. എന്താണ് ഇവർ ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഫോർമുല ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഇഫക്റ്റ് ഓഫ് ദാറ്റ് ബേസ് പോയിന്റ് ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ഹാവ് ഓൺ ദ പ്രൈസ് ഓഫ് എ ബോണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചിൽ 1% വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് ബോണ്ട് പ്രൈസിൽ എന്ത് ചെയ്യുന്നത്? എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. So the modified duration is an extension of the Macaulay duration, and in order to calculate the modified duration, the Macaulay duration must first be calculated. എന്തിൻ്റെ എക്സ്റ്റൻഷനാണ്? Macaulay duration എന്നാണ് എക്സ്റ്റൻഷനാണ്. എന്തിൻ്റെ ആദ്യം മോഡിഫൈഡ് ഡ്യൂറേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? Macaulay duration കണ്ടുപിടിക്കണം. So Macaulay duration is calculate the weighted average times before a bond holder receives the bonds cash flows എന്നാണ് നമ്മൾ പറഞ്ഞു. So a bond's maturity increases, duration increases. Maturity കൂടുമ്പോൾ എന്ത് കൂടും? ഡ്യൂറേഷനും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ആസ് എ ബോണ്ട്സ് കൂപ്പൺ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ്, ഈ ഡ്യൂറേഷൻ എന്താണ് ഡിക്രീസസ്. അതായത് ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും എന്ത് ചെയ്യുന്ന സമയത്ത് കൂടുന്ന സമയത്ത് എന്ത് കുറയും? ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. So modified duration is equal to എന്താണ്? മോഡിഫൈഡ് Macaulay duration ഡിവൈഡഡ് ബൈ 1 + YTM by N അല്ലേ? YTM എന്ന് പറഞ്ഞാൽ yield to maturity of the bond ആണ്, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പെർ ഇയർ ആണ്. സോ മോഡിഫൈഡ് ഡ്യൂറേഷൻ പ്രൊവൈഡ്സ് എ ഗുഡ് ഇൻഡിക്കേഷൻ ഓഫ് ബോണ്ട് സെൻസിറ്റിവിറ്റി ടു എ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, the more of your duration changes with 1% increase in interest rate, the more volatility your bond will എന്താണ് exhibit. അതായത് ഇത് മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നു? നല്ലൊരു ഇൻഡിക്കേഷനാണ്. ഇതിൻ്റെ ബോണ്ടിൻ്റെ സെൻസിറ്റിവിറ്റി എന്തിനനുസരിച്ചിട്ട്? ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് ബോണ്ട് എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള, ബോണ്ട് പ്രൈസ് എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുള്ളതിന് നല്ലൊരു ഇൻഡിക്കേഷനാണ് എന്താ? മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു. അടുത്താണ് എന്താ? ഇഫക്റ്റീവ് ഡ്യൂറേഷൻ. എന്താ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ? ഇഫക്റ്റീവ് ഡ്യൂറേഷൻ ഈസ് എ മെഷർ ഓഫ് ദ ഡ്യൂറേഷൻ ഫോർ ബോണ്ട്സ് വിത്ത് എംബഡഡ് ഓപ്ഷൻസ്. എന്താണ്? കാളബിൾ ബോണ്ട് പോലെയുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള അല്ലേ? അതായത് എഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ള എന്താണ്? ഡ്യൂറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻസ് ഉള്ള ബോണ്ടിൻ്റെ ഡ്യൂറേഷനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ അൺലൈക്ക് ദ മോഡിഫൈഡ് ഡ്യൂറേഷൻ ആൻഡ് Macaulay duration, effective duration considers the fluctuations in the bonds price movement relative to the changes in the bonds yield to maturity. ഇപ്പം ഇതുപോലെ അതായത് എന്താണ്? ഈ Macaulayയും അതേപോലെ എഫക്റ്റീവ് ഡ്യൂറേഷനൊക്കെ പോലെ ഈ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നത്? മോഡിഫൈഡ് ഡ്യൂറേഷനെ പോലെയാണ്. Macaulay ഡ്യൂറേഷനെയും മോഡിഫൈഡ് ഡ്യൂറേഷനെയൊക്കെ പോലെ തന്നെ എന്താണ്? ഈ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തിനനുസരിച്ചിട്ട്? yield to മെച്യൂരിറ്റിയുടെ മാറ്റത്തിനനുസരിച്ചിട്ട് ബോണ്ട് പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഏത് ചെയ്യുന്നത്? ഇഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ മെഷർ ടേക്സ് ഇൻ ടു അക്കൗണ്ട് പോസിബിൾ ഫ്ലക്ച്വേഷൻ ഇൻ ദ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് ഓഫ് എ ബോണ്ടിൽ. എന്താണ്? ഇതെന്താ കൺസിഡർ ചെയ്യുന്നത്? നേരത്തെ എന്താണ്? ബോണ്ടും പ്രൈസും അതേപോലെ തന്നെ എന്താണ്? ഡ്യൂറേഷനും അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് മാറ്റമായിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? YTM ഉണ്ടാകുന്ന, അതായത് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വ്യത്യാസം ഉണ്ടാകുന്നത്. ഇഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് V മൈനസ് എന്താണ്? ഡെൽറ്റ വൈ മൈനസ് എന്താണ്? V പ്ലസ് എന്താണ്? ഡെൽറ്റ വൈ 2 × V0 × ഡെൽറ്റ വൈ. നമുക്ക് എന്താണ്? വേർ V എന്താണ്? മൈനസ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ദ ബോണ്ട്സ് വാല്യൂ ഇഫ് yield ഫാൾസ് ബൈ Y%. ഓക്കെ, yield എന്ത് ചെയ്യണം? കുറയുകയാണെങ്കിൽ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ബോണ്ട്സ് വാല്യൂ ഇഫ് yield റൈസ് ബൈ Y%. V0 എന്ന് പറഞ്ഞാൽ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ക്യാഷ് ഫ്ലോസ് ഓഫ് ദി ബോണ്ട്. Vy എന്ന് പറഞ്ഞാൽ ദ yield ചേഞ്ച്. ഓക്കെ, ഡെൽറ്റ വൈ ആണ്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പഠിച്ചതാണ്, എക്കണോമിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ചേഞ്ചസ് ആണ്. ചേഞ്ചിനെയാണ് ഡെൽറ്റനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക കേട്ടോ.